ഞാൻ ഒരിക്കലും രേണുസുതിയെക്കുറിച്ച് ഒരു വീഡിയോ ഇനി ചെയ്യില്ല എന്ന് കുറച്ച് കാലം മുമ്പേ അങ്ങോട്ട് വിചാരിച്ചതാണ്. അങ്ങനെ ഞാൻ ഇടാതെ വരികയായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ജോലി കഴിഞ്ഞ് വന്നപ്പോൾ വെറുതെ ചായ കുടിച്ചിരുന്ന നേരത്തെ യൂട്യൂബ് ഒന്ന് തുറന്നു നോക്കുമ്പോൾ ഫസ്റ്റ് കാണുന്ന വീഡിയോകളുടേതാണ്. ഒരു കാറിൻ്റെ ഫ്രണ്ട് സീറ്റിൽ ഇരുന്നിട്ട് ഒരാണൊരുത്തനായിട്ട് ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്ന ഒരു സീൻ. അപ്പോൾ ഇവളൊരു സ്ലീവ്ലെസ് ഡ്രസ്സാണ് ഇട്ടേക്കണത്. കഴുത്തൊക്കെ നല്ലോണം വെട്ടി ഇറക്കിയിട്ടുണ്ട്. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പൊത്തി പിടിക്കുന്നുണ്ട്. ഇവനായിട്ട് കെട്ടിപ്പിടിച്ച് കഴിഞ്ഞിട്ട് ഒന്നും അറിയാത്ത പോലെ മാറി ഇരിക്കുന്നു. അപ്പോൾ ഈ നിറയെ ക്യാമറ കണ്ണുകളാണെങ്കിൽ കാറിൻ്റെ ഫ്രണ്ട് സീറ്റിൽ ഇവരിലേക്ക് എല്ലാം ആണുങ്ങളാണ്. അപ്പോൾ നിറയെ ലൈറ്റും അങ്ങനെയൊക്കെ നല്ല രീതിയിൽ ഒപ്പിയെടുക്കുന്നുണ്ട് കാര്യങ്ങൾ. എത്രത്തോളം പറഞ്ഞാലും കേട്ടാലും നാണമില്ലാത്ത ഒരു മനുഷ്യ ജന്മമാണ് ഈ പെണ്ണൊരുത്തി. ശ്രുതി ഉണ്ടായിരുന്ന ആ സമയത്തൊക്കെ എന്തൊരു പാവമായിരുന്നു. ആ ഫ്ലവേഴ്സിൻ്റെ ആ സ്റ്റേജിലൊക്കെ പോയി നിൽക്കുന്ന സമയത്ത് എന്തൊരു പാവമായിരുന്നു ഈ പെണ്ണ്. ആ പെണ്ണ് മാറിയ ഒരു മാറ്റം. ഇപ്പം അവൾക്ക് ഒരാളെയും പേടിയില്ല. ഇത് മുതലെടുക്കാനായിട്ട് കുറച്ച് പുരുഷവർഗങ്ങളുമുണ്ട്. ആൽബം അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് കഷ്ടമുണ്ട്, കഷ്ടം. മൊബൈൽ ഫോൺ ഇപ്പം തുറക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഇവിടെ കുനിഞ്ഞിരുന്നിട്ട് സംസാരിക്കുന്നു, നിവർന്നിരുന്നിട്ട് സംസാരിക്കുന്നു, ചെരിഞ്ഞ് സംസാരിക്കുന്നു. ഇവിടെ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത്. ഇത്രത്തോളം നാണം കെട്ട് പണമുണ്ടാക്കുന്ന ഒരു സ്ത്രീ. എല്ലാവരും സപ്പോർട്ടാകും ആയിരുന്നേനെ. എങ്ങനെയായിരുന്നെങ്കിൽ ഒരല്പം മര്യാദ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു പോയാൽ 4 ഇരട്ടി നാക്കും കൊണ്ട് തിരിച്ചടിക്കാനായിട്ട് വരും. നാക്കിൻ്റെ ഒരു പവറെന്ന് പറഞ്ഞാലുണ്ടല്ലോ, അതൊരു 1.5 നാക്കാ. എന്ത് പറഞ്ഞാലും അവൾക്ക് നല്ല ചുട്ട മറുപടി ഉണ്ടാവും. ആ കാര്യത്തിലൊക്കെ എല്ലാ കാര്യത്തിലും വളരെ വളരെ എന്താ പറയുക, മിടുക്കിയാണ് നമ്മുടെ രേണുസുതി. പറയാതിരിക്കാൻ തരില്ല. ആ പാവം മനുഷ്യൻ അത് ഇതിനെയൊക്കെ എങ്ങനെ സഹിച്ചു എന്ന് ആരോടെ ചോദിക്കണേ. കഷ്ടമുണ്ട്, കഷ്ടം. ആ ഇളയ കുട്ടിയാണെങ്കിൽ പറക്കം മുറ്റാത്തൊരു കുരുന്ന്. അതിനെയൊന്നും അവിടെ തിരിഞ്ഞു നോക്കുന്നില്ല. അതിൻ്റെ ഒരു കോലമൊക്കെ നമ്മൾ കാണുന്നതല്ലേ. എവിടെ ചെന്ന് എത്തും എന്നുള്ളതാണ് യാതൊരു എന്താ പറയുക, അന്തവും കുന്തവും ഇല്ല. അതുപോലത്തെ പോക്കാണ് ആ പെണ്ണൊരുത്തി പോകുന്ന പോക്ക്. ഞാൻ വീഡിയോ എടുക്കണമെന്ന് പലതവണ ചിന്തിച്ചതാണ്. എന്തിനാ വെറുതെ അവൾ തന്നെ പറയും അവളെ വെച്ചിട്ട് പൈസ ഉണ്ടാക്കി അല്ലെങ്കിൽ ചാനലിലെ റീച്ച് കൂട്ടി. ഇതൊക്കെയാണ് വായിന്ന് വരാൻ പോകുന്ന കാര്യങ്ങൾ. പക്ഷേ ഇന്നത്തെ ആ സീൻ കണ്ടപ്പോൾ എനിക്കിങ്ങനെ ഒരു വീഡിയോ ഇടാതിരിക്കാനായിട്ട് പറ്റാതെ വന്നു. അത്രയ്ക്കും മോശക്കേടായിട്ട് അവളിപ്പോൾ ബ്രസ്റ്റ് കാണിച്ചുകൊണ്ട് തന്നെ അവളുടെ കലാപരിപാടി മുഴുവൻ. വേറെ ശരീരഭാഗങ്ങളൊന്നും ആ ഒരു പെണ്ണിൻ്റേത് പോലെ അല്ലല്ലോ. നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. പലരും അവളെ കുറ്റപ്പേര് വിളിക്കുന്നതൊക്കെ നമുക്കറിയാം. അപ്പോൾ ഇതാണിപ്പോൾ ഹൈലൈറ്റായിട്ട് കാണിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സംഭവം. അതേ ഉള്ളൂ കാണിക്കാനായിട്ട് ശരീരത്ത്. അങ്ങനെ ഒരു 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 പെണ്ണ് എന്താ പറയുക. ആ മോനൊക്കെ കാണല്ലേ. അമ്മയെന്ന് എന്തായാലും വിളിച്ചിട്ടുണ്ടല്ലോ കുറച്ച് കാലം. ആ അമ്മ ഷോർട്സ് വീഡിയോയിലും ആൽബത്തിലും ഒക്കെ കാണിച്ചു കൂട്ടുന്നത് എന്താണ്. അയ്യോ, കഷ്ടം. ഇനിയെങ്കിലും ഒന്ന് ഒരു തിരിച്ചുവരവ് തീർച്ചയായിട്ടും നല്ലതാണ്. ഇങ്ങനെ പോയാൽ അവിടെ ചെന്നിട്ട് ഈ വീഡിയോയിലൊക്കെ അഭിനയിക്കുമ്പോൾ ആളുടെ ഭാവം ഉണ്ടല്ലോ, മറ്റേ ഐശ്വര്യ റേയും സുസ്മിത സെന്നും കാജലൊക്കെ മാറി നിൽക്കും. അത്ര വലിയ ഭാവമാണ് മുഖത്ത് വരുന്നത്. ഒരാണൊരുത്തിനെ അങ്ങോട്ട് കെട്ടിപ്പിടിച്ചിട്ട് ഒന്നും അറിയാത്ത പോലെ അങ്ങോട്ട് ആ തിരിഞ്ഞുള്ള പോക്കുണ്ടല്ലോ, അതിന് കൊടുക്കണം അവാർഡ്. ഇതിനെയൊക്കെ പൊക്കി പിടിക്കാൻ കുറേ ആൾക്കാരും ഇതിനൊപ്പം നിൽക്കുന്നവരാ. അല്ലാതെ മാനം മര്യാദയുള്ള ആരെങ്കിലും ഇതിനെ സപ്പോർട്ട് ചെയ്യുമോ? ഇതിൻ്റെ വീഡിയോസിൻ്റെ താഴെ വരുന്ന കമൻറ്റുകളിൽ പണ്ട് ഇഷ്ടമായിരുന്നു, ഇപ്പോൾ വെറുത്തുപോയി എന്നുള്ളതാണ് മിക്ക കമൻറ്റുകളും. എന്തിനാ ഇങ്ങനെയൊക്കെ പൈസ ഉണ്ടാക്കണത്? അത്യാവശ്യം ജീവിച്ചാൽ പോരെ. അതിൻ്റെ കൂടെ സബ്സ്ക്രിപ്ഷൻ വീഡിയോസും അതെന്തോ പ്രശ്നം പുലുവാലൊക്കെ ഉണ്ടായിട്ട് ഇപ്പോൾ അത് തുടർന്ന് പോകുന്നുണ്ടോ എന്നറിയത്തില്ല. അയ്യോ, കഷ്ടം. എന്നാലത് എന്ത് പറയും.
ഗൗളി വരെ ചരച്ചു.